അപ്പോൾ വെറുതെ അല്ല വീഡിയോസിന്റെ വ്യൂസ് കുറയുന്നത്. വീഡിയോ പബ്ലിക് ആക്കിയതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസിനെ കുറയ്ക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും ചെയ്യരുത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് കുറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? അതിലൊന്നാമത് വരുന്ന കാര്യമാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയ വീഡിയോ നമ്മൾ തന്നെ ഇരുന്ന് കാണുന്നത്. അതായത് നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും, എങ്ങനെയാണ് ആ വീഡിയോ ഓൺ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇട്ടു, ആ കറക്റ്റ് ടൈമിന് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിൽ കയറിയിട്ട് ആ യൂട്യൂബിൽ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് നിങ്ങളുടെ ചാനലിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ വ്യൂസ് അവിടെ കുറയും. ഓക്കെ, ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാനേ പാടില്ല. ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് വീഡിയോൻ്റെ സെക്ഷനിൽ പോയിട്ട് അത് കാണാം. അല്ലാതെ നേരെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കരുത്. ഈ പറഞ്ഞതുപോലെ വ്യൂസ് കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാരണമാണത്. നെക്സ്റ്റ് വരുന്നതാണ് എൻ്റെ വീഡിയോസിലും ഞാൻ അധികം പറയുന്നൊരു പോയിൻ്റാണ്, വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എല്ലാവരിലേക്കും അയക്കരുത്. ഇത് നിങ്ങളുടെ ചാനലിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ സ്റ്റക്ക് ആവാൻ വേണ്ടിയിട്ട് കാരണമാകും. കാരണം എല്ലാവരും നിങ്ങളുടെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് താല്പര്യമുള്ളവരായിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മളിത് എല്ലാവർക്കും അയക്കുന്നത് വഴി നിങ്ങളുടെ CTR റേറ്റ് കുറയുകയും വീഡിയോ അവിടെ സ്റ്റക്കായി പോവുകയും ചെയ്യും. ആ ഒരു മിസ്റ്റേക്കും നിങ്ങൾ ആരും ചെയ്യരുത്. അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും എഡിറ്റ് ചെയ്തിട്ട് പിന്നെയും വേറെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഇതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയുന്നതും വീഡിയോ സ്റ്റക്ക് ആവാൻ വേണ്ടിയിട്ടും ഒരു കാരണമാകും. കാരണം നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു വീഡിയോ കുറച്ച് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് വ്യൂസ് കയറാൻ വേണ്ടിയിട്ടും കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ നോക്കും വ്യൂസ് കയറിയോ. വിത്തിൻ ഒരു 1 അവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യൂസ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും അങ്ങ് ചേഞ്ച് ചെയ്യരുത്. യൂട്യൂബിൻ്റെ ആ ഒരു പ്രക്രിയ നടക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ യൂട്യൂബിന് കൊടുക്കണം. അതിന് മുന്നേ തന്നെ ചാടി കയറിയിട്ട് ഈ ഒരു തംബ്നെയിലും ടൈറ്റിലൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചാനലിൻ്റെ ഗ്രോത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു 1 അവറിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 അവറിന് ശേഷം നിങ്ങൾക്ക് വ്യൂസ് കയറുന്നതായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഈ ടൈറ്റിലും തംബ്നെയിലും പിന്നെയും വീണ്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കയറുന്ന വ്യൂസ് കൂടി കയറാതാവുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പലരും അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെങ്കിലും ഈ ഒരു ചെറിയ കാര്യം തന്നെ നിങ്ങളുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ വരുന്നൊരു കാര്യമാണ് കമൻസ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇത് എനിക്കടക്കം പറ്റിയിട്ടുള്ളൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അധികം എന്താ പറയണ്ടേ, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഫസ്റ്റ് തന്നെ ബിഗിനേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ നെഗറ്റീവായിട്ട് കമൻറ്റ് വരുന്ന സമയത്ത് അത് ഭയങ്കര ഹേർട്ടാകും. അല്ലെങ്കിൽ ഒരു ചമ്മലൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരൊക്കെ കാണുന്നതല്ലേ ഈ ഒരു കമൻറ്റ്. അപ്പം നമ്മൾക്കത് മോശമല്ലേ, നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും നെഗറ്റീവായിട്ട് പറയുമ്പോഴെന്നൊക്കെ അത് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് രീതിയിലുള്ള കമൻറ്റ് വരാതിരിക്കുന്ന സമയത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയുള്ള കമൻറ്റ് ശരിക്കും അങ്ങനെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യണ്ട. ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നോട്ടെ. അതിന് നിങ്ങളും നെഗറ്റീവായ രീതിയിൽ പ്രതികരിക്കാതെ അത് പോസിറ്റീവായിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക. ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് വരുന്നത് ഒരു കണക്കിന് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോന വ്യൂസ് കൂടുന്നൊരു കാര്യം തന്നെയാണ്. ഇതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുന്ന സമയത്ത് ഞാനത് ഓൺ ദ സ്പോട്ട് കമൻറ്റ് കണ്ട ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കും അറിഞ്ഞു കാണും ഏതെങ്കിലും വഴി ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്, നമ്മുടെ വീഡിയോസ് അന്ന് ക്ലിക്ക് ആവുന്നതെന്ന് അറിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ നെഗറ്റീവ് കമൻറ്റേ വരാറില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ റീച്ചായി പോവുമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയണ്ട. അതിന് പോസിറ്റീവായിട്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തോളൂ. ആ കമൻറ്റ് അവിടെ കിടക്കട്ടെ. നമ്മുടെ ചാനലിന് ഫ്രീ ആയിട്ട് മറ്റൊരാൾ വന്നിട്ട് കമൻറ്റ് ഇട്ട് തന്നിട്ട് വളർത്തിയിരുന്നാണെങ്കിൽ അത് നല്ല കാര്യമില്ലേ, നമ്മുടെ ചാനലങ്ങ് ഉയരട്ടെ. സോ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കണേ. പിന്നെയുള്ളൊരു കാര്യമാണ് അനലിറ്റിക്സ് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യണം. നമ്മുടെ YT സ്റ്റുഡിയോ അനലിറ്റിക്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുണ്ട്. നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചിട്ടും നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കതിൽ മനസ്സിലാകും. പക്ഷേ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ പോയിട്ട് അതിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 1 hourക്ക് വ്യൂസ് കയറാൻ ചിലപ്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോഴും നമുക്ക് എന്തൊരു ചിന്ത വരും, ഈ അനലിറ്റിക്സ് കാണുമ്പം ഇതിൻ്റെ തംബ്നെയിൽ ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്താലോ എന്നൊക്കെയുള്ള ചിന്ത ഈ അനലിറ്റിക്സ് കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയാണ് ഓടിച്ചാടി പോയിട്ട് നമ്മുടെ അനലിറ്റിക്സിൻ്റെ ഒരു പ്രവർത്തനം കണ്ടിട്ട് നമ്മൾ വേഗം ആ ടൈറ്റിലും തംബ്നെയിലും ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ YT സ്റ്റുഡിയോയിലെ അനലിറ്റിക്സ് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഫസ്റ്റ് കാണുന്ന ഒരു ഇത് വെച്ച് നിങ്ങളുടെ വീഡിയോസിനെ നിങ്ങൾ വിലയിരുത്താതിരിക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു മിസ്റ്റേക്ക് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക. ഫൈനലി പറയാനുള്ളൊരു കാര്യമാണ്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ 24 മണിക്കൂറിൽ 3 തവണയാണ് നമ്മുടെ വ്യൂവേഴ്സിന് പോകുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം തന്നെ കണ്ടിന്യൂസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടാതെയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം കഴിയുന്നതും 1 or 2 അതായത് ഒരു ഷോർട്സ് ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും ശ്രമിക്കുക. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പക്ഷെ 3-ൽ കൂടുതൽ ആവരുത്. ഈ പറഞ്ഞതുപോലെ 3 നോട്ടിഫിക്കേഷൻ മാത്രമേ 24 മണിക്കൂറിൽ നമ്മുടെ വ്യൂവേഴ്സിന് ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ തവണ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വ്യൂവേഴ്സിന് പോവില്ല. അപ്പോൾ വ്യൂവേഴ്സ് അറിയില്ല നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ യൂട്യൂബ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവർക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഇൻക്രീസ് ചെയ്യാനും വാച്ച് അവർ കൂട്ടിയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് പരസ്പരം സഹായിച്ചുകൊണ്ട് എന്താ പറയുക, നമ്മുടെ വാച്ച് അവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സോ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെമ്പർ ആകാം. സോ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് കൂടി ചെയ്യണേ. അതുപോലെ ആർക്കെങ്കിലും ന്യൂ ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ. അപ്പോൾ അടുത്ത ഒരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.